1000-ഓളം സ്വകാര്യ ബസ്സുകൾ ജില്ലയിൽ പല റൂട്ടുകളിൽ സർവീസ് ചെയ്യുന്നുണ്ട്. പല ബസ്സുകളിലും ആളുകളുടെ എണ്ണത്തിലൊക്കെ വലിയ കുറവാണ്. ചേട്ടാ, ഈ പ്രിയദർശിനി ഒരു നല്ല ഇതാണ് സ്ത്രീകളെ സംബന്ധിച്ച്. പക്ഷേ നിങ്ങൾ വയറ്റത്തടിക്കുന്ന പരിപാടിയായി പോയി. ഞങ്ങൾ 2 ജോലിക്കാരായില്ലേ, 3 ജോലിക്കാരത് 2 ജോലിക്കാരായി. ഒരു ജോലിക്കാർ ഒരാഴ്ച ഞാൻ ഓടണം, അടുത്ത ആഴ്ച അടുത്ത ആൾ ഓടും. അങ്ങനെ ആയിരിക്കും. പകുതി ശമ്പളമൊക്കെ ചില ബസ് കൊടുക്കുന്നു പറയുന്നത്. ശമ്പളത്തിന് കുതിരയുടെ കുറവൊന്നും വന്നിട്ടില്ല. ഇനി വരും ചിലപ്പോൾ. അതിന് മുതലാളി വരെ തീരുമാനിക്കും എന്താ വേണമെന്നുള്ളത്. ഇനിയിപ്പോൾ 8-ാം തീയതി ജോലിക്കാരുടെ പണിമുടക്ക് വെച്ചേക്കോ കൊല്ലത്ത് കളക്ടറേറ്റ് ഓഫീസിൽ. അത് കഴിഞ്ഞിട്ട് അറിയാം എന്തോ ആവുമെന്നുള്ളത്. ഇത്രയൊക്കെ ആൾ കയറിയെന്ന് പറഞ്ഞാൽ ലോട്ടറി അങ്ങനെയാണ്. കഴിച്ച ലോട്ടറി അതിപ്പോൾ ഈ സമയത്ത് ഇത്രയും അല്ല, ഇതിൽ നിറച്ച ആൾ കിട്ടേണ്ടതാണ്. ഈ മഴയൊക്കെ ആനെക്കൊണ്ട് ഇപ്പോൾ ആൾ ഇത്രേ ഉള്ളൂ. പ്രതിസന്ധി എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകും? പ്രതിസന്ധി പോകുന്ന വെച്ചാൽ മുതലാളിമാർ മൂടിരിഞ്ഞുകൊണ്ടിരിക്കുക. 3000-4000 കൊടുക്കുന്നിടത്ത് 1200 1200 കൊടുക്കുന്നത്. ഈ നമ്മൾ ഈ പ്രിയദർശിനി ഒപ്പം തന്നെ സർക്കാർ നമ്മളെയും കൂടി കാണണം അല്ലേ, നമ്മളെയും കൂടി കേൾക്കണം. അത് ഒരു 60 വയസ്സിന് മേപ്പോട്ടുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പം കുട്ടികൾ, സ്കൂൾ കുട്ടികളെ കയറി പോകുമല്ലേ. ടെസ്റ്റ് വെച്ചാൽ അതേണക്കാൻ ഇരിക്കുമല്ല. ടെസ്റ്റ് ആരും വരുന്നില്ല, ആരും ഇല്ല. പിള്ളേർ കയറുന്നില്ല. അതിൻ്റെ അത് ഫ്രീ അല്ല, അവരതിൽ തന്നെ പോവുക. കൂടുതലും പെൺകുട്ടികളായിരുന്നല്ലേ? പെൺകുട്ടികളാണ്. എന്തായാലും യാത്രക്കാരുൾപ്പെടെ ഉണ്ട്. ചേച്ചി, പ്രിയദർശിനി ഇല്ലാത്തതുകൊണ്ടാണോ സ്വകാര്യ ബസ്? ഇത് തന്നെ സുഖമെന്ന് തോന്നുന്നു. ആളൊഴിഞ്ഞുകൊണ്ടാണോ? ആളൊഴിഞ്ഞോണ്ടല്ല, ഞാൻ സ്ഥിരമായിട്ട് ഇതിനകത്താ വരുന്നത്. പഴയ ഒരു ഇത് തുടരുകയാണ് യാത്ര. അറിയാം. അപ്പൊ ഇവർക്കൊക്കെ വലിയ പ്രതിസന്ധിയാ ഈ ഇങ്ങോട്ട് ആള് വരാത്തത്. അതിന് എന്തോ ചെയ്യൂ. ഏതായാലും ഈ ബസ്സിലും ആള് വേണം, മറ്റേ ബസ്സിലും ആള് വേണം.